എംബ്രോയിഡറിയുടെ സെക്കൻഡ് പാർട്ടിൽ എംബ്രോയിഡറിക്ക് ആവശ്യമായ കുറച്ച് വസ്തുവകകൾ ഏതൊക്കെയാണെന്ന് അറിയാം. ബോൾട്ടിംഗ് പേപ്പർ, ഫാബ്രിക് പെയിൻറ്, മഷി മുതലായവ എംബ്രോയിഡറി തയ്ക്കുന്ന തുണിയിൽ വീഴാൻ ഇടയായാൽ ബോൾട്ടിംഗ് പേപ്പർ ഉപയോഗിച്ച് ഒപ്പിയെടുക്കുന്നു. കറ മുഴുവനായും പോയില്ലെങ്കിൽ ഈ പേപ്പർ തുണിയുടെ മുകളിലും അടിയിലുമായി വെച്ച് ചെറിയ ചൂടുള്ള ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ഇസ്തിരിയിടുന്നു. കാർബൺ പേപ്പർ, എംബ്രോയിഡറി തയ്ക്കേണ്ട തുണിയിലേക്ക് ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്നു. കറുപ്പ്, നീല, മഞ്ഞ, വെള്ള, ചുവപ്പ് എന്നീ നിറങ്ങളിൽ ഇത് ലഭിക്കുന്നു. ഇളം നിറമുള്ള തുണികളിൽ വെള്ളയും മറ്റു കളറുകളിൽ ചുവപ്പും ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ സംഭവം തുടക്കക്കാർക്ക് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഏതെങ്കിലും ഒരു ചിത്രം ഒരു പേപ്പറിലേക്ക് പകർത്തി വരച്ച് അല്ലെങ്കിൽ തുണിയിലേക്ക് പകർത്തി വരച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കാർബൺ പേപ്പർ ഉള്ളത് നല്ലതായിരിക്കും. അധികം വിലയൊന്നും ഉണ്ടാവില്ല. ഒരു 5 രൂപയോ 3 രൂപയോ ഇത്രയൊക്കെ വരുള്ളൂ കാർബൺ പേപ്പറിന്. നമുക്ക് ഏത് കളറാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് കളറുണ്ടല്ലോ, കറുപ്പ്, നീല, മഞ്ഞ, വെള്ള, ചുവപ്പ്. നമ്മുടെ തുണികൾക്ക് ഏതിനനുസരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ തുടക്കക്കാരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാശ് കൊടുത്ത് തുണിയൊക്കെ മേടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തുണിക്ക് തന്നെ മീറ്ററിന് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എംബ്രോയിഡറി ചെയ്യാനുള്ള തുണിക്ക്. പക്ഷേ നമ്മളിപ്പോൾ തുടക്കമൊക്കെ വെച്ചാൽ വല്ല നല്ല സെറ്റ് മുണ്ടോ പഴയ മുണ്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തുണികളൊക്കെ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാർട്രിഡ്ജ് പേപ്പർ, കട്ടിയും മിനുസവുമുള്ള ഈ പേപ്പർ എംബ്രോയിഡറി ഡിസൈനുകൾ വരയ്ക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. തുടക്കക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു തുടങ്ങുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം കൂടുതലാണ്. കോമ്പസ്, എംബ്രോയിഡറി വർക്കിന് ആവശ്യമായ ജോമെട്രിക്കൽ ഡിസൈനുകൾ വരയ്ക്കുന്നതിന് ഇത് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ജോമെട്രിക്കലായിട്ട് വല്ല വൃത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് വൃത്തം തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അർദ്ധവൃത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിലെന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കത് നന്നായിരിക്കും. തുടക്കക്കാർക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വെച്ച് നമ്മളത് ചെയ്യലാണ് പതിവ്. അപ്പോൾ നമുക്കിതില്ലെങ്കിലും വള വെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യാമെന്ന് വെച്ചാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു അളവിനനുസരിച്ച് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ലതാണ്, പക്ഷേ തുടക്കക്കാരെല്ലാവരും മേടിക്കണമെന്ന് പറയില്ല. ഡ്രോയിങ് പിന്ന്, തുണിയിലേക്ക് ഡിസൈൻ പകർത്തുമ്പോൾ ട്രേസിംഗ് പേപ്പറും തുണിയും കാർബൺ പേപ്പറും നീങ്ങിപ്പോകാതിരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ ഒരു ഡിസൈൻ തുണിയിലേക്ക് പകർത്തുമ്പോൾ ഒരു ഡിസൈൻ നമ്മളൊരു ട്രേസിംഗ് പേപ്പറിലേക്ക് പകർത്തും. അതിനുശേഷം അതിനടിയിൽ കാർബൺ പേപ്പർ വെച്ച് അതിന് താഴെ തുണി, അതായത് തുണി വെച്ച് കാർബൺ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ ആ ട്രേസിങ് വെച്ചിട്ട് തുണിയിലേക്ക് പകർത്താം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അനങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ട്രേസ് അല്ലെങ്കിൽ ആ ചിത്രം നമുക്ക് നന്നായി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പിന്ന് യൂസ് ചെയ്യണത്. ഡ്രോയിങ് ബോർഡ്, ഡ്രോയിങ് ബോർഡിൽ വെച്ചാണ് എംബ്രോയിഡറി തയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള ഡിസൈനുകൾ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ട്രേസിങ് പേപ്പറിലേക്കും തുണിയിലേക്കും പകർത്തുന്നത്. അതിപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നല്ല രീതിയിൽ പകർത്താൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാശ് കൊടുത്തത് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഫൈൻ ബ്രഷ്, പൗൺസിൻ മാർഗം ഉപയോഗിച്ച് ഡിസൈൻ പകർത്തുമ്പോൾ ദ്വാരങ്ങളിൽ കൂടി നിക്ഷേപിക്കുന്ന പൗണ്ടർ അടയാളത്തിന് മുകളിൽ കൂടി ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫൈൻ ബ്രഷ്, അതും തുടക്കക്കാർക്ക് ആവശ്യമില്ല. ഇത്തിരി കൂടി കടന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. എംബ്രോയിഡറി തുന്നുന്നതിനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. എംബ്രോയിഡറി ചെയ്യേണ്ട ഭാഗം ചുളിവുകളില്ലാതെ ബലത്തിൽ നിർത്തുന്നതിന് ഫ്രെയിമുകൾ ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക്, മരം, സ്റ്റീല് മുതലായവ ഉപയോഗിച്ചിട്ടുള്ള ഫ്രെയിമുകൾ ഇന്ന് സുലഭമായി കിട്ടുന്നുണ്ട്. അതുപോലെ റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും റെക്റ്റാങ്കുലർ ഷേപ്പിലെല്ലാം ഫ്രെയിം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സംഭവം എന്തായാലും, അതായത് എംബ്രോയിഡറി ഫ്രെയിം എന്തായാലും ആദ്യമായിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ വേണ്ടുന്ന ഒരു സാധനമാണ്.
അയൺ ബോക്സ് ആൻഡ് സ്റ്റാൻഡ്. എംബ്രോയ്ഡറി ചെയ്ത തുണികൾ ഇസ്തിരിയിടുന്നതിന് ഉറപ്പുള്ളതും ഉപരിതലം മിനുസമുള്ളതുമായ മേശയും ഇസ്തിരിപ്പെട്ടിയും ആവശ്യമാണ്. മേശയുടെ മുകളിൽ നല്ല മിനുസമുള്ളതും കട്ടിയുള്ളതുമായ തുണി വിരിച്ചതിനു ശേഷം എംബ്രോയ്ഡറി ചെയ്ത തുണിയുടെ നല്ല വശം വിരിയോട് ചേർത്ത് വെച്ച് തുണിയുടെ ചീത്ത വശത്ത് ചൂടുള്ള ഇസ്തിരിപ്പെട്ടി കൊണ്ട് അമർത്തുകയും എടുക്കുകയും ചെയ്താൽ ആ ഡിസൈൻ ഒന്നും കൂടെ ഉയർന്നു വരും. അതായത് ഈ അയൺ ബോക്സോ അയണിംഗ് ബോർഡോ നമുക്ക് ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്തു തുടങ്ങും മാത്രം നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും അയൺ ബോക്സും ഇപ്പോൾ തേക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സൗകര്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ തേക്കുമ്പോൾ ഒരു തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള സാധനം വെച്ചിട്ടാണ് തേക്കുക. അതുപോലെ തന്നെ തുണി വിരിച്ചിട്ട് നല്ല വശം താഴേക്ക് വെച്ചിട്ട് അതിൻ്റെ ചീത്ത വശത്ത് തേക്കുമ്പോൾ എംബ്രോയ്ഡറി വർക്ക് ഒന്നുകൂടെ ഷോ ചെയ്ത് പൊന്തി വരുന്നതാണ് പറയുന്നത്. അപ്പോൾ സംഭവം എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതിന് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീഡിൽസ്. കൂർത്ത മുനയുള്ളതും നീളത്തിൽ ദ്വാരമുള്ളതുമായ കൈസൂചികൾ, അതായത് കൈകൊണ്ട് തുന്നാൻ പറ്റുന്ന സൂചികൾ ഉപയോഗിച്ച് വേഗത്തിൽ എംബ്രോയ്ഡറി തയ്ക്കുന്നതിന് സാധിക്കുന്നു. എംബ്രോയ്ഡറി തയ്ക്കുന്നതിന് 8, 9 നമ്പറുകളിലുള്ള സൂചിയും മുത്ത് കോർക്കുന്നതിന് 10-ാം നമ്പർ സൂചിയും കട്ടിയുള്ള നൂൽ, കമ്പിളി നൂൽ മുതലായവ ഉപയോഗിച്ച് തയ്ക്കുന്നതിന് കട്ടിയുള്ളതും വലുതുമായ ദ്വാരമുള്ളതുമായ ഷെനിൻ സൂചിയും റിബൺ വർക്ക് ചെയ്യുന്നതിന് അറ്റം ഉരുണ്ടതും നീളത്തിൽ ദ്വാരമുള്ളതുമായ സൂചിയും ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ നീഡിൽസിന് ഈ ചിത്രത്തിൽ കാണിച്ച പോലെ ഒരു ബോക്സ് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് എല്ലാതും തുന്നാനും ചെറിയത് തൊട്ട് വലുത് വരെ ഇപ്പോൾ റിബൺ വർക്ക് ചെയ്യാനുള്ളത് വരെ നമുക്കതിൽ നീഡിൽ കിട്ടും. അധികം കാശ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ഇതിൻ്റേതായ ഷോപ്പുകളിൽ അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഈ ആർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ പോയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. പാറ്റേൺ പേപ്പർ. ഡിസൈനുകൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള പേപ്പറുകളെ പാറ്റേൺ പേപ്പർ എന്ന് വിളിക്കുന്നു. ഈ പാറ്റേൺ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫാബ്രിക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ തുണിയുടെ മുകളിൽ വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിൽ കൂടെ തുന്നിയെടുത്തിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നനച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ അലിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ നിൽക്കാനോ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, പെട്ടെന്ന് ചെയ്യാം. പക്ഷേ അതിന് മുന്നേ നമ്മൾ സൂചി നൂലായിട്ട് കൈവഴക്കം വരണം. അപ്പോൾ ആദ്യം തന്നെ കയറി നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിൻസ്. ഒന്നിൽ കൂടുതൽ തുണികൾ ഒരുമിച്ച് മുറിക്കേണ്ടി വരുമ്പോൾ തുണികൾ നീങ്ങിപ്പോകാതെ ഉറപ്പിക്കുന്നതിന് ഒരറ്റം മുനയുള്ളതും മറ്റേ അറ്റത്ത് മൊട്ടുള്ളതുമായ നീളത്തിലുള്ള പിന്നുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ തുണി കൂടുതലുണ്ട്, അത് മുഴുവൻ നമുക്ക് മുറിച്ചെടുക്കണം അല്ലെങ്കിൽ അത് ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ സംഭവം യൂസ് ചെയ്യും. ഇത് നമുക്ക് അത്യാവശ്യമുള്ളൊരു സംഭവമല്ല. ബോഡ്കിൻ. ഒരറ്റം ഉരുണ്ടതും മറ്റേ അറ്റത്ത് മൊട്ടുള്ളതും സ്റ്റീൽ കൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ചിട്ടുള്ളതുമായ സൂചിയാണ് ബോഡ്കിൻ. ഉരുണ്ട ഭാഗത്ത് ചരട്, ട്വയിൽ മുതലായവ കോർക്കുന്നതിന് ചെറിയ ദ്വാരവും ഉണ്ടായിരിക്കും. വസ്ത്രങ്ങളുടെ മടക്കുകളുടെ ഇടയിലൂടെ ചരട്, ട്വയിൻ മുതലായ കോർക്കുന്നതിന്, അതായത് സൂചി കോർക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ബോഡ്കിൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ നീഡിൽസിൻ്റെ സെറ്റിൽ ഒരെണ്ണം കിട്ടും. പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ അറിയുന്ന ആൾക്കാരായാലും 2 or 3 യൂസിൽ അത് പൊട്ടിപ്പോരും. അപ്പോൾ സെപ്പറേറ്റായിട്ട് നല്ലൊരു സാധനം മേടിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഇത്. എംബ്രോയ്ഡറിക്ക് സ്മോൾ സിസേഴ്സ് മതി. തുണികളൊക്കെ നല്ലോണം വെട്ടണമെങ്കിൽ വലിയത് വേണ്ടി വരും. എംബ്രോയ്ഡറി തയ്ക്കുന്നതിന് നൂൽ മുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇവ 2 വിധത്തിലുണ്ട്. അറ്റം നിവർന്നത്, അറ്റം മുകളിലേക്ക് വളഞ്ഞത്. വൃത്താകൃതിയിലുള്ള കൈപ്പിടിയോട് കൂടിയ 2 ബ്ലേഡുകൾ മൂർച്ചയുള്ള ഭാഗം അഭിമുഖമായി വരത്തക്ക വിധം ഒന്നിനു മുകളിൽ മറ്റൊന്ന് വെച്ച് ഒരു സ്ക്രൂ കൊണ്ട് ഉറപ്പിച്ച് കത്രിക നിർമ്മിക്കുന്നു. ആപ്ലിക് വർക്ക് തയ്ക്കുന്നതിന് വേണ്ടി ഡിസൈനുകൾ വെട്ടുന്നതിനും അറ്റം വളഞ്ഞ കത്രിക ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ കത്രിക 2 വിധത്തിൽ 2 ഇമേജ്, സാധാരണ നമ്മൾ സിസേഴ്സും അല്ലാത്തത് ത്രെഡ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഈ ത്രെഡ് കട്ടർ നമുക്ക് എന്തായാലും ആവശ്യമുള്ളൊരു സാധനമാണ്. അധികം വിലയോ കാര്യങ്ങളൊന്നുമില്ല, ഒരു 10-30 രൂപയോ അത്രയും കൂടെ ഉള്ളൊന്നുമുണ്ട്.
അപ്പോൾ ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു നീഡിലും കൂടി ഉണ്ട്. നമ്മുടെ ത്രെഡ് തുന്നിക്കഴിഞ്ഞിട്ട് നമുക്ക് അഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂചി കൂടെ ഉണ്ട്. അതും ആവശ്യമില്ല, തുടക്കക്കാർക്ക് ആവശ്യമില്ല, എന്നാലും കിട്ടാൻ വെച്ചാൽ മേടിച്ച് വയ്ക്കാം. എംബ്രോയ്ഡറി തയ്ക്കുമ്പോൾ വലത് കൈയുടെ നടുവിരലിൽ സൂചിയുടെ കുഴ കൊള്ളാതിരിക്കുന്നതിന് വേണ്ടി തിമ്പിൾ ഉപയോഗിക്കുന്നു. ഇടത് കൈയുടെ ഒന്നാമത്തെ വിരലിൽ സൂചിയുടെ മുന കൊള്ളാതിരിക്കുന്നതിന് വേണ്ടി ഫിംഗർ ഷീൽഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ തിമ്പിൾസ് ഇപ്പോൾ ചിത്രത്തിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സൂചി വിരലുമ്മ കയറാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് വിരലുമ്മയ്ക്കാണോ നമ്മുടെ സൂചി ചെല്ലുക ആ വിരലുമ്മയ്ക്കുള്ളതാണ് ഈ തിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിലിറ്റോ, ഒരറ്റം കൂർത്ത മുനയുള്ള കൈപ്പിടിയോട് കൂടിയ ഉപകരണമാണിത്. സ്റ്റിലിറ്റോ കൊണ്ട് കുത്തി ദ്വാരമുണ്ടാക്കി അതിനു ചുറ്റും ഓവൽ കാസ്റ്റ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഇരുട്ടി തയ്ക്കുന്നതിന് ഐലറ്റ് ഹോൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതും തുടക്കക്കാർക്ക് ആവശ്യമില്ല, നല്ലൊരു ഇതിൽ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളൂ. ഇതൊന്നും പഠിക്കുന്ന കാലത്ത് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യണില്ല. ട്രേസിംഗ് പേപ്പർ ഡിസൈൻ പകർത്തിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ട്രേസിംഗ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കാർബൺ പേപ്പർ, തുണി, അതുപോലെ തന്നെ ട്രേസിംഗ് പേപ്പർ. ഈ ട്രേസിംഗ് പേപ്പറിലേക്ക് നമ്മൾ ഒരു ചിത്രം പകർത്തിയ ശേഷം അതിൽ താഴെ കാർബൺ പേപ്പർ വെച്ച് അതിന് താഴെ തുണി മര്യാദയ്ക്ക് വെച്ച് അതിന് മേലെ കാർബൺ പേപ്പർ വെച്ച് അതിന് മേലെ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ടാണ് ട്രേസിങ്ങിലൂടെ നമ്മൾ വരയ്ക്കുമ്പോൾ കാർബൺ പേപ്പറിലെ സംഭവം തുണിയിലേക്ക് വരിക. അപ്പോൾ കാർബൺ പേപ്പർ തുടക്കക്കാർക്ക് എന്തായാലും ആവശ്യമാണ്. ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കാനോ ഒക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതാവശ്യമാണ്. ഫോർസെപ്സ് സ്വീക്വൻസ്, മുത്ത് മുതലായ ചവണ ഉപയോഗിച്ച് എടുത്തു വയ്ക്കേണ്ട സ്ഥലങ്ങളിലേക്ക് വയ്ക്കുന്നു. അതായത് ചവണ, സ്വീക്വൻസ്, മുത്ത് അതൊക്കെ നമുക്ക് ചിലപ്പോൾ വിരലുകൾ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചവണ ഉപയോഗിച്ചിട്ട് എടുത്ത് കൊണ്ടുവയ്ക്കാം. പശയൊക്കെ വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അത് സ്പ്രെഡ് ആവാണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊണ്ടുവയ്ക്കാനായിട്ട് എളുപ്പം ചവണ ഉപയോഗിക്കുന്നതാണ്. അതും ഇപ്പോൾ തുടക്കക്കാർക്ക് ഇപ്പോൾ എന്തായാലും സ്വീക്വൻസ്, മുത്ത് ചെയ്യുന്നവരുണ്ടാവും, ചവണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഉള്ളത് നല്ലതാണ്. എംബ്രോയ്ഡറി ചെയ്യുന്നതിന് നല്ല ഇഴയെടുപ്പമുള്ള തുണിയും ഡിസൈനുകൾക്ക് അനുയോജ്യമായ നൂലുകൾക്ക് അനുയോജ്യമായ സൂചിയും ആവശ്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ആ തുണിക്ക് അല്ലെങ്കിൽ ആ ഡിസൈന് പറ്റിയ നൂല്, അതുപോലെ തന്നെ ആ നൂല് ചെയ്യാൻ പറ്റുന്ന സൂചി, ഇതൊക്കെ അനിവാര്യമുള്ള കാര്യമാണ്. ചെയ്യണതിന് അനുയോജ്യമായ കുറച്ച് തുണികളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പരുത്തി തുണി, നമ്മൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ക്യാൻവാസില്ലേ, ലിനൻ്റെ തുണി, നെറ്റ്, സിന്തറ്റിക് ആയിട്ടുള്ള തുണികൾ, വെൽവെറ്റ്, കമ്പിളിത്തുണി, ഇതൊക്കെ ഇതിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തുണികളാണ്. നമ്മൾ തുണിയുടെ കാര്യം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. ഇപ്പോൾ ഫെജി പോലുള്ള കടകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ തുണിക്ക് മീറ്ററിന് 70 60 എത്രയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള തുണികളെ വെച്ച് മാത്രം തുടങ്ങുക. ഈ സംഭവമൊക്കെ നല്ല റേറ്റ് കൂടുതലാണ് കടയിലൊക്കെ പോയി വാങ്ങുമ്പോൾ. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് തൃശ്ശൂർ ഫെജി പോയിട്ടുണ്ടെങ്കിൽ എല്ലാതും ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ നൂലുകളൊക്കെ തുടക്കക്കാരെടുക്കുമ്പോൾ രംഗോലി നൂലുകൾ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് 3 രൂപയോ മറ്റോ എത്രയേ ഉള്ളൂ. അത് ബോക്സായിട്ടും മേടിക്കാൻ കിട്ടും, സിമ്പിളായിട്ടും മേടിക്കാൻ കിട്ടും. ചിലപ്പോൾ സിമ്പിളായി മേടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ നൂല് കളറും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതേപോലെയുള്ള നൂലൊക്കെ രംഗോലിയുടെ മേടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് ഫെയ്ഡാവും, കളറ് കുറച്ച് നാൾ കഴിയുമ്പോൾ പോവും. പക്ഷെ പഠിക്കാനായിട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. 3 രൂപയും കൂടെ മറ്റോ ഇങ്ങനത്തെ ഒരു കെട്ടിന് വരുള്ളൂ, ഒരെണ്ണത്തിന് കേട്ടോ. അപ്പോൾ ഇതേ സംഭവം തന്നെ
ഇപ്പോൾ കടകളിലൊക്കെ പോയി നോക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഒരേ ഇതിലിരിക്കുന്നുണ്ടാവും റേറ്റും കാര്യങ്ങളൊക്കെ. അവർ ചിലപ്പോൾ പറയുന്ന റേറ്റിൽ നിന്ന് 2 രൂപയൊക്കെ കുറച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ നിന്ന് മേടിക്കുക. അത് ഹോൾസെയിൽ കടയിൽ നിന്നാണെങ്കിൽ മാത്രം ഫെജി പോലുള്ള കടയിൽ നിന്നൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറവുണ്ടാവും. അതുപോലെ തന്നെ അതിലും കുറവിൽ സാധനങ്ങൾ കിട്ടുന്ന കടകൾ നമ്മുടെ പുത്തമ്പള്ളിക്ക് സൈഡിൽ കുറേ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹാൻഡ് എംബ്രോയ്ഡറി നൂലോ അല്ലെങ്കിൽ എന്ത് വർക്കിനുള്ള സാധനങ്ങളായാലും വില കുറവിന് കിട്ടുന്ന കടകൾ കുറേ തൃശ്ശൂർ ടൗണിലുണ്ട്. സോ നൂല് മേടിക്കുമ്പോൾ തുടക്കക്കാർ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ മേടിച്ച് കളർ പോകാത്ത സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നല്ല കാശും കാര്യങ്ങളൊക്കെ ആവും. നമുക്ക് തുടക്കക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അത്രയും കാശ് കൊടുത്ത് ഹാൻഡ് എംബ്രോയ്ഡറി തുടക്കം തന്നെ ഇരുന്ന് കുത്തി വലിച്ച് നൂല് പൊട്ടിച്ച് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ.